കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. വടകര കടമേരി സ്വദേശി TK ആൽവിനാണ് മരിച്ചത്. 20 വയസ്സേ ഉള്ളൂ. അതെ, വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിനിടെ കൂട്ടത്തിലെ തന്നെ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്ന. രാഹുൽ, ഈ റീൽസ് വലിയൊരു മരണദൂതായി മാറുകയാണ്. പലയിടങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? 20 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമാകുന്നത്. വിവരങ്ങൾ വളരെ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. രാഹുലിലേക്ക് രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. പ്രതീക്ഷ, ദാരുണമായ ഒരു അപകടമാണ്. 20 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. രാവിലെ 7:00 സുഹൃത്തുക്കളൊക്കെ ചേർന്ന് റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അതായത് വാഹനങ്ങളുടെ ചേസിംഗ് സീൻസ് റീൽ വീഡിയോ ആയി ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. മരിച്ച TK ആൽവിനാണ് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അതിനിടെ ഈ റീൽസ് ചെയ്യുന്നതിനായി ഉപയോഗിച്ച രണ്ടോളം വാഹനങ്ങളാണ് ഉപയോഗിച്ചത് ഈ ചേസിംഗിന് വേണ്ടി. അതിലൊരു വാഹനം, ഒരു ഡിഫൻഡർ വാഹനം, ആൽവിനെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. 7:00 അപകടം സംഭവിച്ച് ആൽവിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു, നഗരത്തിൽ തന്നെയുള്ള. പക്ഷേ 11:00 ആൽവിൻ മരിച്ചു എന്നതാണ്. നെഞ്ചിനടക്കം ഗുരുതരമായി പരിക്ക് സംഭവിച്ചു. തുടർന്നാണ് മരണമുണ്ടായത്. അതായത് റീൽസ് ചിത്രീകരിക്കുന്നു, വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ഇവിടെ ലക്ഷ്യം. ഇവിടെ ബീച്ച് റോഡിൽ തന്നെ നല്ല തിരക്കേറിയ സമയമൊക്കെയാണ് രാവിലെ ബീച്ച് റോഡിൽ പൊതുവെ ഉണ്ടാകാറ്. അങ്ങനെ ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത്. ഞാൻ എടുത്തു പറയാണ് പ്രതീക്ഷ, വാഹനങ്ങളുടെ ചേസിംഗ് രംഗങ്ങൾ ചിത്രീകരിക്കുക എന്നതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വാഹനം ഡിഫൻഡറാണ്, അത് ആൽവിനെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. 7:00 അപകടം സംഭവിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെ തന്നെ ചേർന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ 11:00 ആൽവിൻ മരിക്കാനുണ്ടായത്. വടകര കടമേരി സ്വദേശിയാണ്. ഈ സംഭവത്തിൽ ഏതായാലും വെള്ളയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. പ്രതീക്ഷ.